ഹലോ, ഞാൻ സേല. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റൂം മേക്ക് ഓവറാണ്. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് അതിന് വേണ്ടി ചെയ്യുന്നത് ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. എന്തൊക്കെ വേണം, എവിടെയൊക്കെ വെക്കേണ്ടത് എന്നൊക്കെ ഒരു പ്ലാനിങ് ആണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് മാത്രം വെച്ചുകൊണ്ട് എങ്ങനെ ഒരു എം ടി കോർണർ നമുക്ക് ബ്യൂട്ടിഫുൾ ആക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലൊരു ഫ്രെയിമാണ്. ആ ഫ്രെയിം കുറച്ച് ഡെക്കറേറ്റ് ചെയ്യണം, പിന്നെ അതിൽ ഫോട്ടോസ് വെച്ച് കൊടുക്കണം. പിന്നെ ഞാൻ ഒരുപാട് ഡ്രോയിങ്സ് പെയിൻറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ വാളിലൊന്ന് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതുമൊക്കെ ഇന്നത്തെ ടു ഡു ലിസ്റ്റിൽ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുമ്പോഴും അതിൻ്റെ മുമ്പ് അതെന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും വ്യക്തമായിട്ടൊരു പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇനി ഒരു പക്ഷേ മറന്നുപോയാൽ നമുക്കത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ എനിക്ക് ഒരുപാട് തവണ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ അത് മറന്നുപോകും. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ എം ടി കോർണർ. അപ്പോൾ ഇവിടെ ഒന്നുമില്ലാത്ത കാരണം ഞാനൊരു 4 പെയിൻറ്റിങ് ഒട്ടിച്ച് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടു ഡു ലിസ്റ്റിലെ ഫസ്റ്റ് കാര്യം ചെയ്യാം. ഇതാണ് ആ ഫ്രെയിം. ഇത് നമ്മൾ ഫർണിച്ചറൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പെട്ടിയുടെ കൂടെ ഉണ്ടാവുന്ന ഒരു ഫ്രെയിമാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ പെയിൻറ് ചെയ്യണം. അപ്പോൾ പെയിൻറ് ചെയ്യാൻ ഞാൻ 2 കളറാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ആക്രൈലിക് വൈറ്റും പിന്നെ ആക്രൈലിക് ഒരു ഐസ്തെറ്റിക് ബ്രൗൺ കളറും ഉണ്ട്. ഇത് രണ്ടും കൂടെയാണ് പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ് ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്ത് ഗോൾഡൻ കളറും കൊടുക്കാം, പിന്നെ ഇവിടെ വൈറ്റും കൊടുക്കാമെന്നാണ് എനിക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലെയിൻ ബ്രഷസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വൈറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ മേക്ക് ഓവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു കളർ തീം ഉണ്ടാക്കിയെടുക്കാനുള്ളത്. അപ്പോൾ എൻ്റെ ബെഡ്റൂമിൻ്റെ കളർ വൈറ്റാണ്. അപ്പോൾ ഫുള്ള് വൈറ്റ് പെയിൻ്റൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ഒരു വൈറ്റ് ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഐഡിയക്ക് വെച്ചിട്ട് ഒരു ബ്രൗണോ അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് ബ്ലൂ ആ ഒരു കളറിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലെ ഒരു ഫ്രെയിം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 4 വുഡ് പീസ് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചാലും മതി. അപ്പോഴും നിങ്ങൾക്ക് ഫ്രെയിം ആക്കാൻ പറ്റും. സൈഡ് ഇപ്പോൾ പെയിൻറ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് പെയിൻറ് ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ കളറായിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സൈഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് അടിച്ചാൽ മതി. ഇത് ചുമരിനോട് വെക്കുന്ന സൈഡാണെങ്കിൽ പെയിൻറ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ വുഡിലൊക്കെ പെയിൻറ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ ഫ്ലാറ്റ് ബ്രഷസ് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മറ്റേ ബ്രഷൊക്കെ ആകുമ്പോൾ ആ ബ്രഷസൊക്കെ കേട് വരാൻ നല്ല ചാൻസ് ഉണ്ട്. സോ എല്ലാവരും ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യുക. നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് എം ടി കോർണേഴ്സ് ഉണ്ടാവും ഇങ്ങനെ കിടക്കുന്നത്. സോ അതൊക്കെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതുപോലെ മേക്ക് ഓവർ ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു വീഡിയോ ഇടുന്നതിൻ്റെ ഷെഡ്യൂളിനെ കുറിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഫ്രീ ആകുമ്പോൾ മാത്രമേ ഞാൻ വീഡിയോസ് എടുക്കാറുള്ളൂ. പിന്നെ എഡിറ്റ് ചെയ്യാൻ ഒരുപാട് ഡേയ്സ് എടുക്കാറുണ്ട്. ഇതന്നെ പെരുന്നാളിൻ്റെ മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതെന്നാണ് അപ്ലോഡ് ആവാമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല, കാരണം എഡിറ്റിംഗ് ഒക്കെ പെൻഡിങ് ആയിരുന്നു. വീക്കിൽ ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും നോട്ടിഫിക്കേഷൻസൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ലോഗോസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ലോഗോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേർക്ക് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും 2-3 വർക്ക് പെൻഡിങ് ആണ്. അപ്പോൾ അതും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ലോഗോസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും സ്പെഷ്യലായിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ വൈറ്റ് കംപ്ലീറ്റ് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് ആ ഒരു എസ്തെറ്റിക് ബ്രൗൺ കളറാണ് പെയിൻറ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ ഗോൾഡൻ കളറാണ് ശരിക്കും വാങ്ങിക്കാൻ വിചാരിച്ചത്, പക്ഷെ അവിടെ ഇല്ലായിരുന്നു, അവിടെ ബ്രൗൺ ആയിരുന്നു. പക്ഷേ ഈ ബ്രൗണും കൊള്ളാം, ഒരു വിൻറ്റേജ് ബ്രൗൺ ആയിട്ട് തോന്നി. അപ്പോൾ അതാണ് ഇപ്പോൾ പെയിൻറ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ബ്രൗണും പെയിൻറ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നല്ലൊരു ഗിൽറ്റർ എഫക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഗോൾഡൻ കളർ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഈ ഒരു ബ്രൗൺ
അങ്ങനെ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പെയിൻറ്റിങ്സും വാഷി ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇതേ ടൈം നമ്മുടെ ഫ്രെയിം ഒന്നുകൂടെ സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിലെ പെയിൻറ്റൊക്കെ നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഫ്രെയിമിൽ ഞാൻ വെച്ചെടുക്കാൻ പോകുന്നത് എൻ്റെ 2 പോളറോയിഡ് സൈസിൽ കട്ട് ചെയ്ത പിക്ചേഴ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഒരു ജൂട്ട് ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ഫ്രെയിമിൻ്റെ പോർഷനിലാണ് വെക്കാൻ പോകുന്നത്. ഇതൊക്കെ ഞാൻ പോളറോയിഡ് സൈസിൽ എടുത്ത ഫോട്ടോസാണ്. അപ്പോൾ ഇതിൽ 2 മതി. അപ്പോൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കുകയാണ്. പിന്നെ അത് ജൂട്ട് ത്രെഡ് വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ട് അതിൽ ഫോട്ടോസ് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ടൈറ്റായിട്ട് കെട്ടാൻ ശ്രമിക്കണം, എന്നാലേ അത് ഫോട്ടോസ് നല്ല ടൈറ്റിൽ നിൽക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ കെട്ടുമ്പോൾ ജസ്റ്റ് ഒരു കെട്ട് കെട്ടിയാൽ പോരാ, ഒരു 2 കെട്ടെങ്കിലും മിക്കവാറും കെട്ടേണ്ടി വരും. കാരണം അത് അഴിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്ത്, ഫ്രെയിമിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് വെച്ച് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ഫോട്ടോസ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നല്ല ടൈറ്റിൽ തന്നെ കെട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഫോട്ടോസ് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഡബിൾ ടാപ്പ് യൂസ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഡബിൾ ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ചെറിയ 2 പേപ്പർ ടേപ്പും ഒട്ടിച്ചിട്ടുണ്ട്. പിക്ചേഴ്സ് ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രെയിം നമ്മുടെ വാളിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡബിൾ ടാപ്പാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഡബിൾ ടാപ്പിൻ്റെ പീസസ് മൊത്തത്തിൽ ഒട്ടിച്ചിട്ട് അത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് വോളിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ വോളിൽ ഒട്ടിച്ചു കൊടുത്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി നേരത്തെ നമ്മൾ വാഷി ടേപ്പ് ഒട്ടിച്ച് വെച്ച പെയിൻറ്റിങ്സും അതിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതും വോളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഈ ഫ്രെയിമിൽ ഒരു ഭാഗം എംപ്റ്റി ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ചെയ്ത വാൾ ഡെക്കോർ ഉണ്ടായിരുന്നു, അതൊരു CD പെയിൻറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ പെയിൻറ്റിങ്ങും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലൊരു ഫ്രെയിം ഉണ്ട്. അപ്പോൾ ഈ ഫ്രെയിമും ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചാൽ രസമുണ്ടാവും, അതും ചെയ്യാം. പിന്നെ എൻ്റെ ഈ ഒരു കോർണറിൽ എന്തെങ്കിലും ഒരു പ്ലാന്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റൂൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് ബെഡ്ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പഴയ ബെഡ്ഷീറ്റാണ്. അപ്പോൾ അത് അതിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒന്നായിട്ട് മുകളിൽ വിരിച്ച ശേഷം ഇനി അത് ലെവലാക്കിയിട്ട് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാൻഡൊക്കെ വാങ്ങിക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് കയ്യിലുള്ളത് വെച്ച് മാത്രം ഒന്ന് എസ്തെറ്റിക് ആക്കാൻ നോക്കിയതാണ്. ഇപ്പോൾ അതും നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജൂട്ട് ത്രെഡ് വെച്ചിട്ട് ചുറ്റും ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ജൂട്ട് ത്രെഡിൻ്റെ ഒരു ബൗ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ബൗ ഷേപ്പിൽ കെട്ടിയിട്ട് അതിൻ്റെ നടുവിലൂടെ ഒരു ജൂട്ട് ത്രെഡ് വെച്ച് കെട്ടി കൊടുത്തിട്ട് അതിൽ ഒരു കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കെട്ടിയ ആ ജൂട്ട് ത്രെഡിൻ്റെ മുകളിൽ ഒന്ന് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ സ്റ്റൂള് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും പ്ലാന്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പ്ലാന്റായ പെന്നി പോത്ത് തന്നെ വെച്ച് കൊടുക്കാം. ഇതെൻ്റെ ടേബിളിലാണ് ഇരുന്നിരുന്നത്. ഇപ്പോൾ അത് ഈ സ്റ്റാൻഡിലായി.
ഇനി എൻ്റെ കയ്യിലുള്ള ഒരു സ്നേക്ക് പ്ലാന്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ നേരത്തെ വെച്ച ആ ഫ്രെയിം ഡബിൾ ടാപ്പ് വെച്ച് അതിലൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലൊന്നും ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ ചെയ്ത ഒരു പെയിൻറ്റിങ് ആണ് ഇത്. അപ്പോൾ അതും അതിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഫെയറി ലൈറ്റ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫെയറി ലൈറ്റ്സിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സിക്സാക്ക് ആക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നമ്മുടെ എംപ്റ്റി കോർണറാണ് ഇപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ച് വല്ല ക്വസ്റ്റ്യൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതാണ്. സോ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ബൈ.